വർഷമായി. സൂക്ഷിച്ചു പോണേ. എന്താടാ മോന്തയ്ക്കല്ലേ കണ്ണു തെറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെ നോക്കിയാടാ നടക്കുന്നത്? ഓട്ടുമാഷെ, കുട്ടികളല്ലേ, അങ്ങ് ക്ഷമിച്ചേര്. മൂന്ന് വല്ലതും പറ്റിയോ? സാരമില്ല. താൻ MAക്കോ PhDക്കോ പോകുന്നത്? വീട്ടിൽ നിന്ന് ഒരു ചുമട്ടുകാരനെ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ? അശോക് മുന്നോട്ട് നീങ്ങല്ലേ? നിങ്ങൾ ഇവിടെ കിടന്നിരിക്കാൻ ഫ്രണ്ടിലോട്ട് നീങ്ങിയില്ല. ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം കാണാൻ വയ്യ. ആ ഫുട്ബോളിൽ കിടക്കുന്നവരെല്ലാം താഴെ പോകത്തേ ഉള്ളൂ. ആ ഫുട്ബോളിൽ നിൽക്കുന്നവരെല്ലാം മോളോട്ട് കഴിയാ. ഇത്ര തിരക്കില്ലായിരുന്നു. ചുമ്മാ നോക്കിയെടുക്കുന്നേ. പാസില്ല. പാസില്ല, പൈസ കൊടുത്ത് ടിക്കറ്റ്. പക്ഷെ നിങ്ങളൊക്കെ ഈ ടൈപ്പുകളെ വഷളാക്കുന്നത്. ഒരു ദിവസം ഇറക്കിയാൽ വിടാമോ? സംഗതി കിട്ടി. തമിഴ് പടത്തില് മമ്മൂട്ടി രജനീകാന്തിനേക്കാൾ സ്റ്റൈലിലാണ് വരുന്നത്. മമ്മൂട്ടി വരുന്നതെന്ന് കാണാം. അതിനെനിക്ക് തമിഴ് അറിയാമോടാ? അറിയാം. നീ പോടാ. അതിനെ കാട്ടി മോഹൻലാലിനാ കൊള്ളാവുന്നത്. മോഹൻലാലിനെ കൊണ്ട് എന്തിനാ കൊള്ളാളാ? വെറും ചക്കപ്പുറം താനാ ഞങ്ങൾ പണിയിൽ അഭിനയിക്കല്ലാതെ. നീ ഇവിടെ ചക്കപ്പുറം തന്നെ. ഇവിടെ വന്നേ. അപ്പോട്ടെ നോക്കോ, ഒന്നരേ വിളിക്കുന്നു. നിന്റെ അപ്പോട്ട് വന്ന എന്തിനാ ഇവിടെ? നീ ക്ലാസ് കഴിഞ്ഞിറങ്ങുവാ, കാണിച്ചു തരാടാ. നീ കണ്ടോ, ഈ തെരഞ്ഞെടുപ്പിന് നമ്മള് തൂത്തുവാരും. ശരിയാ, നിങ്ങൾ തൂത്തോ, ഞങ്ങൾ വാരാം. കളിയാക്കണ്ടടാ, നീ കണ്ടോ. എടാ മനോജെ, എന്താ? അവൻ വലിയ പഠിത്തക്കാരനാ. അയാൾ IAS പഠിക്കുക, ശല്യപ്പെടുത്തരുത്. നാശം, ശല്യങ്ങള്. ഒന്ന് അടച്ചു വയ്ക്കുക പുസ്തകം. മതി പഠിച്ചത്. അശോക്, നീ ഏത് പാർട്ടിയാ? ഞാൻ എന്റെ അച്ഛന്റെ പാർട്ടിയാ. അച്ഛൻ ഏത് പാർട്ടിയാ? പട്ടാളം.
എന്താ ഇപ്പൊ പറയാ? നീ ധൈര്യമാനില്ലേ? ഞാനൊരു വേല ഇറക്കാം. എന്താടാ ഇന്ന് താമസിച്ചത്? ബസ് താമസിച്ചു. നീ അങ്ങേലെ ഗോപാലപിള്ളയുടെ മോനല്ലേടാ? അതെ. ഈ കയ്യാല ഇങ്ങോട്ട് കടക്കാൻ എത്ര ബസ് കയറണവിടാ? പോ, മേലാൻ താമസിച്ച് വരരുത്. താമസിച്ച് വന്നാലും കള്ളം പറയരുത്. പോയിക്കോ. ആ, എന്താ ഞാൻ പറഞ്ഞത്? എനിക്ക് കള്ളം പറയരുതെന്ന്. ആ, നടന്നോ. ഈ മാഷെടുത്ത് ഒരു വേല നടക്കത്തില്ല. കഴുതേ, നീ അല്ലേടാ എന്നെ കൂടി പറ്റിച്ചത്. എന്റെ വാച്ച് അല്പം ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന് സാറേ, മൂത്ത കുട്ടിക്ക് തലവേദന, ഇളയ കുട്ടിക്ക് ചൊറിച്ചിൽ. തന്റെ കുട്ടികളുടെ തലവേദനയും ചൊറിച്ചിലും മാറിയിട്ട് പള്ളിക്കൂടത്തിൽ ബെല്ലടിച്ചാ മതിയോ? അയ്യടാ, അവൻ വന്നില്ലയോ? അവനോട് പറഞ്ഞിട്ടല്ലേ പോയത്? ആര്? അപ്പുവോ? ഓഹോ, അപ്പോൾ പിയൂൺ പണി അവനെ ഏൽപ്പിച്ചോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചെല്ല്. അശോ, കേരളത്തിലെ സാംസ്കാരിക നായന്മാരിൽ ഒരാളുടെ പേര് പറഞ്ഞു. എനിക്കറിയത്തില്ലേ? അറിയാം. കവിത എഴുതിയത് ആരാണെന്നാ ചോദിച്ചത്? അറിയാം. കവിത എഴുതിയത് അപ്പോഴേ നിനക്കറിയത്തില്ലല്ലോ. എന്താണോ ചിരിക്കുന്നേ? നെക്സ്റ്റ്. നിനക്കറിയത്തില്ല മിനി, ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 9 അടിയാ മമ്മിയുടെ കണക്ക്. ഡാഡി എങ്ങനെയാ മമ്മിയോട് പറഞ്ഞിരിക്കുന്നത്? അതിനെന്റെ മമ്മി ഇതൊന്നും അറിയത്തില്ലെന്നേ. അറിയും. സാറൊന്ന് വീട്ടിൽ വരും, ഉത്തരം പറഞ്ഞ കാര്യമൊന്നും പറയത്തില്ല. പറയാത്തത് അങ്ങോട്ട് പെരിപ്പിച്ച് പറഞ്ഞു കൊടുക്കും. എന്തുവാ രണ്ടുപേരും കൂടി ഒരു ശൃംഗാരം പറച്ചില്? എടാ, നിനക്കിന്ന് വീട്ടിൽ പൂരമാ. സാറ് പറയുന്നത് ഞാൻ കേട്ടു. ഉത്തരം പറയാത്തേനെ നിന്റെ അമ്മയെ കണ്ട് പറയുമെന്ന്. എടാ അശോകൻ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ പട്ടിയെ നേരത്തെ അങ്ങ് അഴിച്ചു വിട്ടാൽ മതി. സാറിന് വലിയ പേടിയാ പട്ടിയെ. ആ, രണ്ടുപേരും ഒന്ന് പോയേ. എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്. പോകാനാ പറഞ്ഞത്.
എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആണായും പെണ്ണായും അവൻ മാത്രമേ ഉള്ളൂ. അവൻ പഠിച്ചു മിടുക്കനായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ലാതാണ്. അവന് വീട്ടിൽ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും നീ കൃത്യമായി ചെയ്തു കൊടുക്കണം. സ്കൂളിലും വൈകുന്നേരങ്ങളിലും വൃത്തികെട്ട കുട്ടികളുമായി കൂട്ടുകൂടി കളിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലാസ്സിൽ നിന്നും പ്രോഗ്രസ് കാർഡ് വാങ്ങി വെക്കണം. ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ പ്രോഗ്രസ് കാർഡുമായി അധ്യാപകരെ കാണാം. കുറച്ച് മാർക്കുള്ള വിഷയത്തിന് പ്രത്യേകം ട്യൂഷൻ ഏർപ്പാട് ചെയ്യണം. വെറുതെ പഠിക്കാൻ വിടരുത്. വീട്ടിൽ വന്നാലുടൻ പഠിക്കാൻ കയറി ഇരുന്നു കൊള്ളാൻ പറയണം. അവനെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു കാര്യത്തിലേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പിണക്കം. ചേട്ടൻ അവനെ ഒരു ഡോക്ടർ ആക്കണമെന്ന്, എനിക്ക് അവനെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന്. ഇനി നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം കൊച്ചുമോൻ പഠിച്ചൊരു പോലീസ് ഇൻസ്പെക്ടർ ആവണമെന്നാ. എന്നിട്ട് വേണം എന്റെ കെട്ടിയോന്റെ കള്ളൂടി നിർത്തി അങ്ങാരി ഒരു മനുഷ്യനാക്കി മാറ്റാൻ. എന്റെ മോൻ അപ്പുക്കുട്ടൻ എപ്പോഴും പറയും, ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇടുവായിരുന്നെന്ന്. എന്നാലും ഉള്ള കാര്യം വേണമല്ലോ പറയാൻ. അങ്ങാരിങ്ങനെ കള്ളു കുടിച്ച് കിടക്കുന്നെങ്കിലും അപ്പുവിന് യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ല. ഈ അക്ക ഇവിടെ എഴുത്, എന്നിട്ടൊന്നും ചെയ്ത് നോക്കിക്കേ. ഇല്ല മിനി, ഞാൻ ചെയ്തിട്ട് പറ്റുന്നില്ല. സാറിന്റെ അടിയും കൊള്ളും, 101 പ്രാവശ്യം ചെയ്ത് കാണിക്കാനും പറയും. വീട്ടിൽ ചെന്നിരുന്ന് ചെയ്താൽ മമ്മിയും കാണും. എനിക്ക് അത് പേടിയാവുന്നു. എടി കൊച്ചേ, അവനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ നീ ചെയ്തു വെച്ചോന്നെടുത്ത് കാണിക്കേ. ആഹാ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് ചെയ്താൽ ആരെയും കാണിക്കരുതെന്ന്. നീ കാണിക്കണ്ട, നിന്റെ ബുക്കിംഗ് കൊണ്ടുതാ. എളുപ്പം ചെയ്തോ, അല്ലെങ്കിൽ ഇപ്പം കിട്ടും പടപടാന്ന്. ചെറുക്ക ബെല്ലൊന്ന് അടിച്ചേക്കണേ. ഞാൻ ആരും അറിയാതെ ഒന്ന് മുങ്ങും. സാറ് ചോദിച്ചാ ഇപ്പൊ എത്തുമെന്ന് പറയണം. ഒട്ടുപടി വെച്ച് കള്ളൻ. പതുക്കെ ചെയ്താ മതി. നീ എഴുതിയെടുത്ത് കഴിഞ്ഞ് ഞാൻ ബെല്ലടിക്കൂ. ഇത്തിരി പാറൂടെ അത്രയും കഴിച്ചാ മതി. ഇനി കഞ്ഞി കിട്ടിയില്ല, കുട്ടിയില്ലെങ്കിൽ കുടിക്കണ്ട. സമയത്ത് വരാഞ്ഞിട്ടല്ലേ. ഇനി വാ. ഇത് കഴിച്ചോ. അശോകൻ എവിടെയാ? അവിടെയാ.
കഴിക്കണം. കഴിക്കേണ്ട വിധം അറിയാലോ. ആദ്യം ഒരു ഉരുള ചോറ്, പിന്നെ ചീരത്തോരൻ, പിന്നെ നാരങ്ങ അച്ചാറ് നാക്കി തൊട്ട് വെച്ചാ മതി. പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും കഴിക്കണം. കരിങ്ങാരി വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഓർമ്മ നിൽക്കാനുള്ള ടാബ്ലറ്റാ. ഊണ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിച്ചോണം. ഞാൻ അങ്ങോട്ട് പോയി സാറുമാരെയൊക്കെ കണ്ടിട്ട് വരാം. അശോകിന്റെ അമ്മയാണ്. മനസ്സിലായി. അതിനിപ്പോ ഞാനും ചെയ്യാനാ. എത്ര പറഞ്ഞാലും ആ കുട്ടിയുടെ തലയിലോട്ട് കയറത്തില്ല. അയ്യോ, എന്റെ ഡാഡി വരാറായി. മാർക്ക് കുറവാണെന്നറിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. അതല്ലാതെ മാർഗമൊന്നുമില്ല. അടി കൊണ്ടല്ലാതെ കുട്ടികൾ നേരെ ആവില്ല. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് സാറേ. രാവിലെ 5:30 ഞാൻ അവനെ പിടിച്ച് എണീപ്പിക്കും. 5:30 മുതൽ 7 വരെ വായനയും കാണാതെ പിടുത്തവുമാ. എന്തിനാ അശോകന്റെ അമ്മ കൂടുതൽ പറയുന്നത്? അതെല്ലാം ഞങ്ങൾക്കറിയാം. രാത്രി 10 മണി വരെ അവനെ പിടിച്ചിരുത്തി പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം പഠിപ്പിക്കും. എന്നിട്ട് ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അന്നത്തെ പേപ്പറും വായിപ്പിക്കും. ഇതല്ലേ ചെയ്യുന്നത്? അരമണിക്കൂർ കൊണ്ട് അവന്റെ പല്ല് തേക്കലും കുളിയും കഴിഞ്ഞാൽ പിന്നെയും വായനയാ. 9:30 ഞാൻ അവനെ പള്ളിക്കൂടത്തിലേക്ക് വിടും. പള്ളിക്കൂടം വിട്ടാൽ അവൻ നേരെ ട്യൂഷൻ ക്ലാസ്സിലോട്ടാ പോണത്. അധികം കുത്തി നിറച്ചാൽ പൊട്ടിപ്പോവും. ഇത് കണ്ടോ? ഈ മിസ്റ്റേക്ക് കണ്ടോ? ഒന്നുകൂടി നന്നായി പഠിക്കണം. സാർ എഴുതുകയാണോ? അശോക്, നിന്റെ ഡാഡി വെറുതെയാ നിനക്ക് വേണ്ടി പൈസ വാരിക്കോരി ചെലവാക്കുന്നത്. രാഗി, അപ്പുവേ, എന്റെ ചോപ്പ് മഷി എല്ലാം തീർന്നല്ലോ നിന്റെ മാർക്കിന്റെ ഇടയിൽ വരച്ച്. എല്ലാവരും നാളെ 5 പൈസ വീതം കൊണ്ടുവരണം. സാറിന് ചുമന്ന മഷി വാങ്ങാനാ. സാരമില്ലെന്നേ, അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം. എന്റെ മാർക്ക് അടുത്ത ആഴ്ചയിൽ ഡാഡി വരും. ഡാഡി എന്റെ മാർക്ക് അറിഞ്ഞ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് നിന്റെ മമ്മിയോടും ഡാഡിയോടും പറയിപ്പിക്കാം. പിന്നെ വഴക്ക് പറയത്തില്ല. അല്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ അടുത്തു. ഓ, ഇതിനാണോ പരിഹാരം ഉണ്ടാക്കാം? എടി കൊച്ചേ, നിന്നെ നിന്റെ അച്ഛൻ വിളിക്കുന്നു. എന്തിനാ? കുന്തത്തിന്. നീ കണ്ണടച്ചോ. ഞാൻ പറയുമ്പോഴേ കണ്ണ് തുറക്കാവുള്ളൂ. കണ്ണടയ്ക്കാനല്ലേ പറഞ്ഞത്? ഇനി ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നാളെ കലോത്സവമാണ്. നമുക്കൊന്ന് തകർക്കണം. ഞാൻ പോട്ടെ. മതിലേഖമാഞ്ഞു കഴിഞ്ഞു,
നക്ഷത്രരാജി മറഞ്ഞു കഴിഞ്ഞു. മതിലേഖമാഞ്ഞു കഴിഞ്ഞു. നക്ഷത്രരാജി മറഞ്ഞു കഴിഞ്ഞു. നിശപാതിപ്പോ ജീവിതം അതിവേഗമാർന്നു പായുന്നു. ഏകാകിയായി ശയിക്കുന്നു ഞാൻ ശയ്യയിലേകാകിയാ ഏകാകിയാ. മതിലേഖമാഞ്ഞു കഴിഞ്ഞു. നന്ദി വിയോഗവിനാഴികകൾക്കു നന്ദി. നന്ദി വിയോഗവിനാഴികകൾക്കു നന്ദി. നീ വന്നു ചേരും മുഹൂർത്തത്തിൽ ദാഹങ്ങൾ നിന്നു ജ്വലിക്കും നിമിഷത്തിൽ. നീ തരും അഗ്നിക്കായി ഞാനെരിഞ്ഞമരുന്നോരഗ്നിക്കായി കാത്തിരിക്കുന്നു ഞാൻ ഏകാകിയാ. മതിലേഖമാഞ്ഞു കഴിഞ്ഞു. നക്ഷത്രരാജി മറഞ്ഞു കഴിഞ്ഞു. നിശപാതിപ്പോ ജീവിതം അതിവേഗമാർന്നു പായുന്നു. ഏകാകിയായി ശയിക്കുന്നു ഞാൻ ശയ്യയിൽ ഏകാകിയാ ഏകാകിയാ. മതിലേഖമാഞ്ഞു കഴിഞ്ഞു. നക്ഷത്രരാജി മറഞ്ഞു കഴിഞ്ഞു. നിശപാതിപ്പോ ജീവിതം അതിവേഗമാർന്നു പായുന്നു. ഏകാകിയായി ശയിക്കുന്നു ഞാൻ ശയ്യയിൽ ഏകാകിയാ ഏകാകിയാ. വരിക അറിയാത്തൊരൻ കൂട്ടുകാരാ വന്നീ വാതിൽ തുറന്നെൻ. എങ്ങനെയുണ്ട്? അച്ഛനെന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പിന്നെ അതല്ലെങ്കിൽ പിന്നെ നിന്റെ പാട്ട് ഞാൻ ടേപ്പ് ചെയ്ത് നിന്നെ കേൾപ്പിക്കുമോ? സത്യം പറഞ്ഞാൽ ഇന്നത്തെ പരിപാടികളിൽ വെച്ച് ഏറ്റവും നല്ലത് മോടെ പാട്ടായിരുന്നു. ആഹാ, അപ്പൊ അപ്പുവിന്റെ അറിവല നിർത്തുമോ? അത് അതിനേക്കാൾ ഗംഭീരം. അപ്പുവിനെ ദിവസവും കാണാറുള്ളതാണല്ലോ. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന പയ്യനായിരുന്നു അവൻ. പക്ഷെ സാഹചര്യം അവനെ... അമ്മോ, അമ്മോ, കഥക് തുറക്കാൻ പറഞ്ഞാ കഥക് തുറക്കണം. കഥക് തുറക്കണേ. കഥക് തുറക്കാൻ പറഞ്ഞാ കഥക് തുറക്കണം. അടാ തുറന്നോ? അവളെത്തിയടാ. ചോദിച്ച കേട്ടില്ലേ? എടേ അമ്മ ഒന്നും ആയില്ലോടി. എടേ നിന്നോടാ ചോദിച്ചത്.
നിന്നെ ഞാനിന്ന് കൊന്നു കുഴിച്ചു മൂടും. അമ്മച്ചിങ്ങ എത്തിയില്ല. നിന്നോടാ ചോദിച്ചത്. അവളെന്തെടുക്കുവാടാ അവിടെ? നേരം വെളുത്ത് ദാഹിച്ച പച്ചവെള്ളം ഞാൻ കുഴിച്ചിട്ടില്ല. എടാ അപ്പു, ഇവിടെ വാടാ. അച്ഛൻ ഇങ്ങോട്ട് വന്നാ മതി. അതെന്താടാ അങ്ങനെ? അടിക്കാൻ വന്നാ പിന്നെ ഓറണ്ടായോ? ഇവിടെ വാടാ കള്ള കഴിവേറി. നിന്റെ പുലിയായി കിടക്കും. കൊല്ലുവാണേ, എല്ലാത്തിലും ഞാൻ കൊല്ലുവാണേ. എവിടെയാണ് കൊന്നു കൊഴിച്ചു കൊടുക്കണേ? വെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. കൊല്ലുവാണേ. അശോക്, കുളിച്ചേച്ചെന്ന് പഠിക്കാറായില്ലേ? പറഞ്ഞിട്ട് കേട്ടില്ലേ? എത്ര നേരമായി കുളിക്കാൻ പോയിട്ടാ? എന്റെ ഈശ്വര, ഇവൻ എന്ത് ഭാവിച്ച എങ്ങനെ തുടങ്ങുന്നത്? ഇത്തിരി വെള്ളം ഒരു ദേഹത്തൊഴിക്കാൻ 1/2 മണിക്കൂറോ? എടി അമ്മു, അവിടുന്ന് ഒരു കമ്പിങ് എടുത്തേ. അയ്യോ കൊച്ചമ്മ, ഇവിടെ ഒരു കമ്പേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ എടുത്തങ്ങ് അടുപ്പി വെച്ചു. പോടി അവിടുന്ന് അഹങ്കാരം പറയാതെ. അടുത്ത ആഴ്ച അവൻ 2 ക്വിസാ, മാത്സിനും സയൻസിനും. അതിന്റെ അടുത്ത ആഴ്ച സാമൂഹ്യ പാഠത്തിനും. അവന്റെ ഡാഡി വരുമ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയുക? അല്ല, എന്നാൽ അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മനസ്സുണ്ടോ നോക്കിയാട്ടെ. അശോക്, ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ. കൊച്ചമ്മ എവിടെയെങ്കിലും തട്ടി വീഴും. ഓന്തൊന്നും ഉണ്ടാകില്ലേ? അടുത്ത ആഴ്ച ടെസ്റ്റ്. കൊച്ചമ്മയ്ക്കാണോ? അഹങ്കാരം പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ കൊച്ചനാ,
സ്കൂളിൽ പോയതുകൊണ്ടും ട്യൂഷൻ പഠിച്ചുകൊണ്ടും ഒന്നും ആവില്ല. ഞാൻ പഠിച്ചിട്ട് വേണം അവനെ പഠിപ്പിക്കാൻ. ഓ, നാശം. ഹലോ, ആര്? മിനിയോ? ആ, എന്താ? ഉണ്ട്, അവൻ പഠിക്കുകയാണ്. മോൾ ഒരു കാര്യം ചെയ്യേ, രാത്രി അവനെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അവൻ ഒരുപാട് പഠിക്കാനുണ്ട്. കൊച്ചമ്മ, ഞാൻ ഇറങ്ങട്ടെ. ആ, നീ ഇന്നിത്തിരി നേരത്തെയാണല്ലോ. അപ്പൊ തന്നെ ഉള്ളു. അങ്ങാരി കയറി വരുന്ന എപ്പോഴാന്നറിയില്ല. ഓ, ഇങ്ങനെ ഒരു മനുഷ്യൻ. അപ്പൊ അയാൾ കള്ളോടി നിർത്തിയില്ലേ? എന്നേ നിർത്തി. ഇപ്പൊ ചാരായവ. പതുക്കെ പറ, അവൻ കേക്കണ്ട. നിന്റെ മോൻ ഇതൊക്കെ കണ്ടു പഠിക്കത്തില്ലേ? ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് ഇന്നേ നാഴിക വരെ അവൻ ഒരു ജീവിതതരവും പഠിച്ചിട്ടില്ല. അപ്പോ എടാ, അപ്പോ അത് വെള്ളം കൊടുക്കുന്നതാ. അപ്പോ എടാ അപ്പുവേ, എന്താ എടുക്കുവാടാ നീ അവിടെ? വലിയ ബഹളമായിരുന്നോടാ എന്നും? വന്നപ്പോഴേ അങ്ങ് വീണു. നീ വല്ലതും പഠിച്ചാ? പഠിക്കാൻ തുടങ്ങുമായിരുന്നു. ഇനിയാ? അപ്പൊ ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു? ഞാൻ പഠിച്ചു ജയിച്ചാ പിന്നെ ആരാ? ബെല്ലടിക്കുന്നതും ഉച്ചക്കഞ്ഞി വിളമ്പുന്നതും പിന്നെ ആരാ? അശോകൻ കുഞ്ഞിന്റെ മാർക്കൊക്കെ ഒന്ന് കാണണം. കണക്കിന് 50 48, സയൻസിന് 50 47, ഇംഗ്ലീഷിന് 50 50. എന്താടാ ഇത്ര ചിരിക്കുന്നത്? അങ്ങനെ ആൺകൊച്ചുങ്ങള്. എന്നാ ആൺകൊച്ചുങ്ങളുടെ മാർക്ക് കേൾക്കണോ? നല്ല ഒറിജിനൽ മാർക്ക്. മലയാളത്തിനാ ഏറ്റവും കൂടുതൽ. എത്ര? 50-ൽ 1. എന്റെ അമ്മോ. പക്ഷെ അത് ഒറിജിനലാ. എനിക്കൊന്നും കാണണ്ട, നീ വല്ലതും കഴിക്ക്. ഛേ, അതൊന്ന് കാണേണ്ടതാ. എന്ത് ഭംഗിയാണെന്നോ. ഓരോന്നിന്റെ അടിക്ക് നല്ല ചുമന്ന വരയം വരച്ച്. ഞങ്ങളുടെ സാറിന്റെ ചുമന്ന മഷി മൊത്തം തീർന്നു. എന്റെ കാർഡ് വരച്ച്. അടുത്ത മണിയൂടി അടിച്ചേക്കണം. ആരും അറിയാതെ ഞാനൊന്ന് മുങ്ങും. വീട്ടേ ചൊറിച്ചിലായിരിക്കും. പോടാ, കളിയാക്കാതെ കൊച്ചു കള്ള. എന്താ മിനി വരുന്നില്ലേ? നിങ്ങൾ പോ, നമുക്ക് പോവാ. എന്തിനാ എന്നും ഇതെല്ലാം കൂടി പെറുക്കി കെട്ടിക്കൊണ്ടുവരുന്നത്? മമ്മി പറയുന്നത് എല്ലാ പുസ്തകവും കൂടെ കൂടെ വായിച്ചില്ലെങ്കിൽ മറന്നു പോകുമെന്നാ. ഇന്നെന്റെ ബർത്ത്ഡേയാ. അച്ഛൻ വാങ്ങി തന്നതാ. അശോകിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അയ്യോ, മിഠായി തന്നതിന് താങ്ക്സ് പറയണല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെയല്ല, ഇച്ചിരി സന്തോഷമായി പറ. എന്റെ ഡാഡി വരില്ലെന്നാ എന്റെ പ്രാർത്ഥന. പക്ഷെ അങ്ങനെ പറയരുത്. ഡാഡി വന്നാ പ്രോഗ്രസ് കാർഡ് കാണും, മാർക്ക് തിരുത്തിയത് അറിയും. അപ്പോ ഇത് ചെയ്യരുതായിരുന്നു. യുദ്ധമുണ്ടായാൽ ഡാഡി വരത്തില്ലല്ലേ? എന്റെ സാറേ, അവന്റെ അച്ഛൻ അതിർത്തിയിൽ തോക്കി വന്നുണ്ടാക്കുന്ന കാശ. പക്ഷെ ഫലം എന്താ? മാഷേ, തത്വജ്ഞാനം ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ അന്ന് തൊട്ടേ പറയുന്നു, അടി കൊണ്ടല്ലാതെ പിള്ളേര് നന്നാവത്തില്ല. അതെ അതെ, നമ്മൾ തന്നെ വിചാരിച്ച പിള്ളേര് നന്നാവുക സാറേ. രക്ഷകർത്താക്കൾ ഒന്ന് വിചാരിക്കണം.
അപ്പുവിന്റെ കഥ കണ്ടില്ലേ? അവന്റെ അച്ഛൻ 24 മണിക്കൂർ കുടിയാ. പിന്നെ എങ്ങനെ പിള്ളേരുണ്ടാവും? ഇവിടെ വാടാ. ക്ലാസ് സമയത്ത് എവിടെ പോകുന്നു? സാറന്മാർക്ക് ചായ, പിന്നെ ഉണ്ണിത്താ സാറിനെ മുറുക്കാൻ. ശങ്കരൻ എവിടെ? വീട്ടിൽ ചൊറിച്ചില് കൂടുതലാണെന്ന്. നീ ക്ലാസ്സിൽ പോകാനല്ലേ പറഞ്ഞത്? പേന ടീച്ചർ ആയാലും ഒരു പേനയൊക്കെ കൊണ്ടുവരണ്ടേ? ബെല്ലടിച്ചാൽ ക്ലാസ്സിൽ പോകാൻ ആർക്കും ഈ ധൃതി കാണുന്നില്ലല്ലോ. ശങ്കര, എന്താ അതിൽ നിന്നൊരു 100 രൂപ ഇങ്ങെടുത്തേ. അപ്പുക്കുട്ടന് കൊടുക്കാന്. ശങ്കരനാകെ ഒരു ജോലിയേ ഉള്ളൂ ഇവിടെ വരണം, ഒപ്പിടണം. ബാക്കിയെല്ലാം അവനെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്. താൻ പോയി അപ്പുക്കുട്ടൻ ഇവിടെ വരാൻ പറ. പൊന്ന് സാറേ, ചതിക്കല്ലേ. വീട്ടിലെ പാടും ദുരിതവും കൊണ്ടുവാ വല്ലപ്പോഴും ഒക്കെ ഒന്ന് മുടങ്ങുന്നത്. വീട്ടിലാണെങ്കിൽ ചൊറി കഴിഞ്ഞിങ്ങി വന്നാ മതി. അതിനുള്ള പൈസയാ തന്നത്. അവന്റെ ഒടുക്കലത്തെ ഒരു മണിയടി. എടാ അപ്പുക്കുട്ടാ, നിന്നെ സാറ് വിളിക്കുന്നടാ. എന്റെ മരണമണി ആണ്ടാ നീ അടിച്ചത്. ചെല്ല് ചെന്ന് വാച്ചോ. സാർ, ഞാനൊരു കാര്യം പറയാം. ഈ കുട്ടിയെ കർശനമായി ശിക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് ക്ലാസിന്റെ ചാർജ് വഹിക്കാൻ കഴിയില്ല. എന്തിനു ശിക്ഷ? അടി, തൊലി ഇളകുന്നത് വരെ അടി. എടാ ഭയങ്കര. എന്തിനാ? ഈച്ചടിക്കാനാ? ഇത് വെച്ച് അങ്ങോട്ട് പ്രയോഗിച്ചേ. നാളെ തന്നെ പരിഹാരം കാണണം. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ? അശോക് പോയിക്കോളൂ. സാറന്മാരെന്തോ പറഞ്ഞോ? ഭയങ്കര അച്ഛനാ നാളെ തീരുമാനിക്കാമെന്ന്. മിനി, ഞാൻ കള്ളനാണല്ലേ? അങ്ങനെ പറയരുത് അശോക്. ഞാൻ പോട്ടെ. ഇല്ല, ഇനി ഞാൻ ഒന്നും പറയില്ല മിനി. നാളെ ഞാൻ പോട്ടെ മിനി. അശോക്, മോന് നിന്ന് നോക്കിയേ. ഫാദർ റീച്ചസ് ഓൺ വെനസ്ഡേ. മനസ്സിലായോ? ഡാഡി ബുധനാഴ്ച, അതായത് മറ്റന്നാൾ എത്തുന്നു. ആ, മോൻ അടുക്ക് ചുറ്റി ഒന്നും തെറ്റിക്കരുത്. മോൻ അമ്മയെ വഴക്ക് പറയിപ്പിക്കരുത്. വേഗം പോയി കുളിച്ചിട്ട് വന്നിരുന്ന് പഠിച്ചോ. എന്നും പറയും നീ ഉണ്ടാക്കുന്ന ഏത്തയ്ക്കാപ്പത്തിന് ഒരു പ്രത്യേക സ്വാദാണെന്ന്. നിന്റെ ഭർത്താവിന്റെ ഏത്തയ്ക്കാപ്പം ഇഷ്ടമാണോ? ഓ, ഏത്തയ്ക്കാപ്പം അങ്ങേർക്ക് കള്ളാണോ ചാരായാണോ നല്ലതെന്ന ഒറ്റ സംശയമുള്ളൂ. പരീക്ഷയുടെ മാർക്ക് കിട്ടുമ്പോൾ ചില പിള്ളേരുടെ മനസ്സിതുപോലെ എന്തൊരു പൊട്ടലും ചീറ്റലുമാ. ശരിയാ, ഏതായാലും ഇപ്രാവശ്യം അവൻ തീരെ മോശമായില്ല.
ഇംഗ്ലീഷിന് 50-ന് 50 ഉണ്ട്. ബാക്കിയുള്ളതിനെല്ലാം 47-ഉം 48-ഉം ഒക്കെ ഉള്ളൂ. ഓ പിന്നെ നീ ഇതൊന്ന് നോക്കിക്കോണേ. ഓ എന്താ ചേച്ചി പുതിയ സീരിയസ് അല്ലടി സീരിയല്. സീരിയസോ? സീരിയസും ഇല്ല സീരിയലും ഇല്ല. മോൻ പഠിക്കുകയാണ്. ചേച്ചി ഞങ്ങളെ വീട്ടിൽ TV ഇല്ലാത്തോണ്ടല്ലേ ഞങ്ങള് വന്നേ. വായനശാലയിൽ പോയി കണ്ടച്ചാ മതി. മനുഷ്യനെ മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ഓ അവരുടെ പേര് ജമ. ഇവിടെ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു TV. വരണ, നമുക്ക് വേറെ എവിടെങ്കിലും പോവാം. നമ്മളെ വീട്ടില് TV ഇല്ലല്ലോ, നമുക്ക് അപ്പുറം പോയി കാണാം. അവളുമാർക്ക് TV കാണാതിരിക്കപ്പെടുന്നില്ല. കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയൂ. അശോക്, വന്ന് വല്ലതും കഴിക്കേ. കാമദേവന്റെ 5 ബാണങ്ങൾ ഏതെല്ലാമാണ്? നീ പിന്നെന്തുവാ പൊതുവിജ്ഞാനം പഠിക്കുന്നെന്ന് പറഞ്ഞത്? ഉത്തരം കേട്ടോളൂ. 5 ബാണങ്ങൾ: അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോൽപ്പലം. പറയാ. അരവിന്ദം, അശോകം. നിന്റെ തലയിൽ കളിമണ്ണ. ഒരു ശകല ഓർമ്മ നിൽക്കത്തില്ലല്ലോ. കഷ്ടം. കേട്ടോ, ചൂതം, നവമാലിക, നീലോൽപ്പലം. കഷ്ടമാ നിന്റെ കാര്യം. കുറെ വെള്ളം കുടിക്കും. അതിരിക്കട്ടെ, നവരസങ്ങൾ ഏതെല്ലാമാണ്? നീ നന്നാവാൻ പോണില്ല. കഴിഞ്ഞ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ മാർക്ക് വാങ്ങിയത്? പറയേ, നവരസങ്ങൾ ഏതെല്ലാമാണ്? നാശം, സമ്മതിക്കത്തില്ല. എളുപ്പം ഓർത്തോ. ഒരു രസം ഞാൻ പറഞ്ഞു തരാം. ശൃംഗാരം. അത് കഴിഞ്ഞ പിന്നെ പൊളി രസമേ എനിക്കറിയാവൂ. ഹലോ, ഹെഡ് മാസ്റ്റർ സാറാണോ? ഉണ്ട്. മോൻ ഊണ് കഴിക്കുക. വന്നില്ല, മറ്റന്നാൾ വരും. ടെലഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ വന്നാൽ ഉടൻ സാറിനെ കാണും. അശോക്, എല്ലാ വിഷയവും വായിച്ചു കഴിഞ്ഞോ? എന്നാല് ഇനി പത്രം വായിക്കേ. പത്രം വായിക്കാതെ പൊതുവിജ്ഞാനം കിട്ടുന്നത് എങ്ങനെ? ഈ പത്രത്തിലെ തലവാചകങ്ങളെല്ലാം വായിച്ചു പഠിക്കണം. എന്താ? ഇച്ചിരി മൂത്രം ഒഴിക്കണം. ഇച്ചിരി മൂത്രം ഒഴിച്ചിട്ട് എളുപ്പം അതിരുന്ന് പഠിക്കണം. നീ പോകാനൊരുങ്ങാണോ? പാതിരിയായി, ഇനി പോണ്ട. ഇവിടെ കിടന്നുറങ്ങ. അയ്യോ, അത് പറ്റില്ല കൊച്ചമ്മേ. പോയേ വെക്കൂ. ചെറുക്കന് വല്ലതും കൊണ്ട് കൊടുക്കണ്ടായോ? അയ്യോ, റോഡ് കള്ളോടിന്മാരുടെ ശല്യമാണ്. എന്റെ ആമ്പ്രന്തോനെക്കാട്ടി വലിയ കള്ളൂടിയന്മാരോ? സാരമില്ല, ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാ പോരായോ? 2 ഏത്തയ്ക്ക അപ്പം കൂടി എടുത്തോണ്ട് പോ. ചെറുക്കന് കൊടുക്കാം. കൊച്ചമ്മയുടെ രഹസ്യം പറഞ്ഞാ കിടന്ന് ബഹളം വെക്കുവോ? നാളെ രാവിലെ മാത്രമേ കുഞ്ഞിനോട് ചോദിക്കുള്ളൂ എന്ന് സത്യം ചെയ്യണം. നാളെ രാവിലെ അവനോട് ചോദിക്കത്തുള്ളൂ. സത്യം, സത്യം. എന്താ?
അശോകൻ കുഞ്ഞിന് പ്രോഗ്രസ് കാൾ കിട്ടിയ മാർക്കൊക്കെ തിരുത്തിയതാ. എല്ലാത്തിനും തോറ്റതായിരുന്നു. എന്റെ ഭഗവാനെ, ചതിച്ചോ? സത്യം ചെയ്തതാ നാളെ ചോദിക്കത്തുള്ളന്ന്. കഥ കടച്ചേരെ, ഞാൻ പോകും. റഷ്യയിൽ ഭരണമാറ്റം. റഷ്യയിൽ ഭരണമാറ്റം. റഷ്യയിൽ ഭരണമാറ്റം. റഷ്യയിൽ ഭരണമാറ്റം. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന മുഖ്യമന്ത്രി. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന മുഖ്യമന്ത്രി. വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന മുഖ്യമന്ത്രി. ഇരുമ്പഴികൾ തകർത്ത് തടവുകാർ രക്ഷപ്പെട്ടു. ഇരുമ്പഴികൾ തകർത്ത് തടവുകാർ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇരുമ്പഴികൾ തകർത്ത് തടവുകാർ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇരുമ്പഴികൾ തകർത്ത് തടവുകാർ രക്ഷപ്പെട്ടു. 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 ഇരുമ്പഴികൾ തകർത്ത് തടവുകാർ രക്ഷപ്പെട്ടു. 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 ഡാഡി ബുധനാഴ്ച, അതായത് മറ്റന്നാൾ എത്തുന്നു. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വരെ. ക്ലാസ് സമയത്ത് എവിടെ പോയി? വെള്ളം കുടിക്കാൻ പോയതാ. പൊയ്ക്കോ.
സാർ അശോകനെ കാണാനില്ല. സാർ അവിടം വരെ വരണമെന്ന് അവന്റെ അമ്മ പറഞ്ഞയച്ചു. അവരുടെ വീട്ടിൽ ആകെ അങ്ങ് ബഹളമാ. വന്ന വഴിക്ക് റോഡിലെങ്കിലും നോക്കിയില്ലേ? ഓരോ മുക്കിനും മൂലയിലും നോക്കിയാ ഞാൻ വന്നത്. തൃപ്തിയായല്ലോ എല്ലാവർക്കും. രാത്രിയിൽ കിടക്കാൻ വൈകിയത് കൊണ്ട് നേരം വെളുത്ത് അല്പം താമസിച്ചാ എഴുന്നേറ്റത്. രാത്രി എപ്പോഴാ കിടന്നത്? രാത്രി ഞാൻ കിടന്നപ്പോൾ ഒരു 12 മണിയെങ്കിലും ആയി കാണും. പക്ഷെ അപ്പോഴും അവൻ ഉറങ്ങിയില്ലായിരുന്നു. അപ്പൊ അശോക് എന്തെടുക്കുകയായിരുന്നു? ഇന്നലത്തെ പത്രത്തിലെ ഹെഡിങ്സ് എല്ലാം കാണാതെ പഠിച്ച് ഇന്ന് എന്നെ പറഞ്ഞു കേൾപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് രാത്രി 12 മണിക്കല്ലേ? കൊള്ളാം, നല്ല പഠിപ്പീര്. ഫാദർ റീച്ചസ് ഓൺ വെനസ്ഡേ. ഓ, അവന്റെ അച്ഛൻ ബുധനാഴ്ച വരുന്നു. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? അവനെ കണ്ടെത്തണം, അത്ര തന്നെ. ആ, മോൾ ഇവിടെ നിന്നോ, അമ്മ ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരട്ടെ. അപ്പു ഇവിടെ? അവനും പോന്നോട്ടെ. മോളകത്തേറിയിരുന്നുള്ളൂ. വരിക അറിയാത്തൊരൻ കൂട്ടുകാരാ, വന്നീ വാതിൽ തുറന്നെന്നെ വിളിക്ക. ഇരുൾമുറി നിറയുന്ന പുസ്തകത്താളിൽ നിന്നീ മണ്ണിന്റെ ആദ്ര മനസ്സിലേക്കൊഴുകുക നാം. വരിക അറിവിൻ കഥകുകൾ ചാരി പരസ്പരം കൈകൾ കൂട്ടി നാം പറന്നു പോകേ. സ്വച്ഛമാമൊരു കാറ്റിൻ ഒച്ച നാം അറിയുന്നതും അന്തിക്കുമേലേ കുന്നിൻ ചെരുവിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ. അമ്പിളിപ്പൂങ്കാവിലായിരം നക്ഷത്ര പൂക്കൾ വിരിഞ്ഞതു കാണുന്നതും. അമ്പിളിപ്പൂങ്കാവിലായിരം നക്ഷത്ര പൂക്കൾ
വിരിഞ്ഞതു കാണുന്നതും ഒരു കടവു തോണിയിലേറി നടന്നു നാം പാടവരമ്പിൻ ചെളിയിൽ മുങ്ങുന്നതും ഇത്തിരിക്കുണ്ടിൽ നമ്മെ കളിപ്പിച്ച മാനത്തു കണ്ണിയെ കൈക്കലാക്കുന്നതും ഒരു കറുക നെഞ്ചതിലേറ്റിയ കണികനിൻ കണ്ണിൻ്റെ നനവായൊഴിച്ചതും മാന്തോപ്പിൽ നാം ഒന്നിച്ചോടിയെടുക്കുന്ന മാമ്പഴച്ചാറിൻ്റെ സ്വാദറിയുന്നതും ഇന്നലെ കണ്ണു തുറന്ന കിളിക്കുഞ്ഞിൻ തൂവൽ നാനുപ്പിനെ തൊട്ടറിയുന്നതും നിനവാണ് അടഞ്ഞൊരീ ജാലകമുറിയിലെ നിനവാണ് നിനവാണ് നമുക്ക് ഇവിടെ കൂടെ അന്വേഷിച്ചിട്ട് പോകാം. Ha ha ha.
അവനെ കണ്ടെത്താതിരിക്കില്ലെന്നേ. നാളെയും തിരക്കാം. അവനെ കണ്ടെത്തുന്നത് വരെ നമുക്ക് തിരക്കാം. നാളെ അവന്റെ ഡാഡി വരുമ്പോ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. കൂടുതൽ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ശ്രമിക്കുക, അത്ര തന്നെ. ആ, മോൾ ഇന്ന് അശോകന്റെ അമ്മയ്ക്ക് കൂട്ടു നിൽക്ക്. അമ്മു ഇവിടെ കാണുമല്ലോ. അമ്മുവിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കണ്ടാൽ അപ്പു എന്റെ കൂടെ പോരട്ടെ. മിനിയുടെ അമ്മ ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് അല്പ പ്രയാസമാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സാറേ. സാർ അവനെ എവിടെ വേണേലും കൊണ്ടുവയ്ക്കൂ. എങ്ങനെങ്കിലും എന്റെ കുഞ്ഞിനെ കണ്ടെത്തിയാ മതിയായിരുന്നു. ഈ മഹാഭാവിയല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ. എന്നാൽ ഇറങ്ങട്ടെ. അപ്പു വന്നോളൂ. രാമ 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 ശംഭു മഹാദേവ. നീ ഉറങ്ങുകയായിരുന്നോ? അല്ല. എന്താ അപ്പു, എന്ത് പറ്റി? എന്ത് പറ്റി മോനെ? എല്ലാം ഞാനൊരു തമാശക്ക് ചെയ്തായിരുന്നു സാർ. അതാണോ? ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. തമാശക്ക് ചെയ്യുന്നത് പലപ്പോഴും തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറും. നീ തൽക്കാലം കുളിച്ച് ആഹാരം കഴിക്കും. എന്താ രാത്രി കുളിക്കുന്ന പതിവില്ലേ? അതുപോരാ, സ്കൂളിൽ നിന്ന് വന്നാൽ കുളിച്ചിട്ടേ പഠിക്കാനിരിക്കാവൂ. ആ, പോയിക്കോളൂ. നേരത്തെ കിടക്കണം. നാളെയും അന്വേഷണം തന്നെ. രാവിലെ കാറ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടോർച്ച് കൂടെ എടുത്തോണ്ട് പോയിക്കോളൂ. തമാശയ്ക്ക് ചെയ്യുന്നത് പലപ്പോഴും തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറും. അശോക്, വാ, അകത്ത് പോകാം.
മോൻ വല്ലതും കഴിച്ചോ? മോൻ എന്തിനാ ഇതൊക്കെ കാണിച്ചത്? എനിക്ക് എല്ലാരെയും പേടിയാ. ഡാഡിയെയും മമ്മിയെയും സാറുമാരെയും എല്ലാരെയും. മോനൊന്നും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലയോ? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ സാർ? ഇന്ന് വേണ്ട, ഒരു രാത്രി അവരും നീറട്ടെ. എല്ലാ തെറ്റുകൾക്കും ഒരു പ്രായശ്ചിത്തം വേണമല്ലോ. എന്താ? വാ പോകാം. ഇനി വിടല്ലേ? ഇനി ഞാനേറ്റു. നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. മരിച്ചുപോലെ ഇത് ഞങ്ങൾ മറക്കത്തില്ല. ഓ, ഇത് അധ്യാപകന്റെ ധർമ്മം മാത്രം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മോൻ അടുക്കും ചിട്ടയുമുള്ള ഒരു നല്ല കുട്ടിയായി വളരണം. അവൻ അടുക്കും ചിട്ടയോടും തന്നെ വളർന്നോളും. നിങ്ങൾ വളർത്തണ്ട, ഒരു മേൽനോട്ടം മാത്രം മതി. ആ, മോളോട് ചെല്ലു. നിങ്ങൾ ഇത്രയും നാൾ അശോകനെ തേടി, കണ്ടെത്തിയില്ല. പക്ഷേ അവൻ എന്നെ തേടിയെത്തി, ഞാൻ കണ്ടെത്തി. അശോക്, മിനി, അപ്പു, കാറ് വന്നു. പുസ്തക സഞ്ചി വേണ്ട, പുസ്തക സഞ്ചിയുടെ ഭാരമില്ലാത്തൊരു ദിവസം ആയിക്കൊള്ളട്ടെ ഇന്ന്. എന്താ? ഇന്നാമേ പുസ്തകം. വാ മോനെ, വാടാ. വാ മോനെ. Thank you.